സീസൺ എളുപ്പമല്ല. ഒരു ഷോ 3 സീസണൊക്കെ കൊണ്ടുപോകാന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അതിൽ രമേഷിനോടൊപ്പമുള്ള ക്രൂ എല്ലാവരും എനിക്കറിയാവുന്നവരാണ്. ആ ടീമിൻ്റെ ഒരു ശക്തി തന്നെയാണ് ഈ ഷോൻ്റെ വിജയം. അല്ലാതെ ഇന്നത്തെ കാരണം പ്രേക്ഷകർ അത്രയും സ്പീഡാണ്. നമുക്ക് ഇന്ന് കണ്ടത് നാളെ വേണ്ടാന്ന് തോന്നുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഇടയിൽ 3 സീസണൊക്കെ നിർത്തുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് രമേശിന് എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ നൽകുന്നു. ബാബുചേട്ടൻ പറഞ്ഞല്ലോ ഇന്ന് കണ്ടത് നാളെ വേണ്ട എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലാണ് മനുഷ്യ കൂടുതലുള്ളത്. ബാബുചേട്ടൻ ഒരു വലിയ സംഘാടകനാണ്. ബാബുചേട്ടൻ നയിക്കുന്ന സംഘടനയുടെ ഒരു വലിയ പ്രത്യേകത, ആ സംഘടനയിലുള്ള ഒരുപാട് ആളുകൾ സമൂഹത്തിലെ വലിയ അംഗീകാരങ്ങളുള്ള വലിയ ആളുകളാണ്. അവരെ കൃത്യമായി നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായൊരു ജോലിയാണ്. ഒരു പക്ഷേ അമ്മ എന്ന സംഘടന ഇന്നോളം എതിരഭിപ്രായമില്ലാതെ ഏകകണ്ഠമായി കൈ ഉയർത്തി പാസ്സാക്കുന്ന ഒരേ ഒരാൾ, അത് മമ്മൂക്കയാണെങ്കിലും അത് ലാലേട്ടനാണെങ്കിലും മൺമറഞ്ഞു പോയ മഹത് വ്യക്തികളാണെങ്കിലും ആരാണെങ്കിലും, സെക്രട്ടറിയെ മാറ്റുന്നതിന്റെ വരെ എത്തുന്നതിന് മുമ്പ് അവിടെ അടി വീഴും. ബാബുചേട്ടനെ മാറ്റിയിട്ട് ഇത് മുന്നോട്ട് പോകാനാകില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ബാബുചേട്ടൻ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ത് ക്വാളിറ്റി കൊണ്ടാണ് അങ്ങനെ ഇത്രയും പേർ ബാബുചേട്ടനെ ആ സ്ഥലത്ത് നിർത്തുന്നതെന്ന്? അതൊരു ദൈവാധീനവും കാരണവന്മാരുടെ ഒരു ശക്തി തന്നെയാണ്. അതിൻ്റെ അപ്പുറം നമ്മൾ മറ്റുള്ളവരെ കേൾക്കാൻ ശ്രമിക്കുന്നു. ഇപ്പം എല്ലാവർക്കും അവരവർക്ക് പറയാവുന്ന കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, പറയുമ്പോൾ തന്നെ അറിയാതെ ഇത്രയുള്ള കാര്യം. പക്ഷേ അത് കേൾവിക്കാരനാവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അമ്മയിൽ ഞാൻ പഠിച്ച പാഠം അതാണ്. രണ്ടാമത്തെ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആവേശത്തിൽ ചില ഫോൺ ചെയ്യും. അപ്പം എടുക്കരുത്. നമ്മളപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ആവേശമായിരിക്കും അപ്പുറത്ത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വിളിക്കാം, ആ ചേട്ടാ ഒരു മിസ് കോൾ കണ്ടുല്ലോ, അപ്പോഴേക്കും അവിടെ ആവേശം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലളിതമായിട്ട് അവരെ കൊണ്ടു കിടക്കാം. 502 പേരെയും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാം, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം. അത് തന്നെയാണ് എൻ്റെ വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്നിലുള്ള വിശ്വാസം, അവർക്ക് ഏത് സമയത്തും എന്നെ വിളിക്കാം, ഞാൻ വിളിച്ചാൽ അതിൽ പ്രതികരിക്കും, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നൊരു തോന്നലായിരിക്കാം. അതിലേറ്റവും വലിയ ഇത്തവണ മനസ്സ് നിറഞ്ഞത് മമ്മൂക്കയുടെ പ്രസംഗം തന്നെയായിരുന്നു. അമ്മയുടെ ഇത്തവണത്തെ ജനറൽ ബോഡിയിൽ മമ്മൂക്ക പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പുറത്തു പറയാൻ പാടില്ല. എങ്കിൽ കൂടി ആ പ്രസംഗം ഒരിക്കലും മമ്മൂക്കയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ്. അത് തന്നെയാണ് പിറ്റേ ദിവസം എന്നെ മനോജ് കെ ജയനും രമേശും വിളിച്ചിരുന്നു. മമ്മൂക്ക പലരെ പറ്റി അങ്ങനെയൊന്നും പറയാറില്ല, വളരെ കുറച്ച് പേരെ പറഞ്ഞിട്ടുള്ളൂ. അതൊരു വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് എൻ്റെ മനസ്സിൽ കരുതിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിനെ പോലെ ഇത്രയും പേഴ്സണലൈസ് ചെയ്ത് വീക്ഷിക്കുന്നൊരു മനുഷ്യൻ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. മമ്മൂക്കയെ പോലെ നമ്മുടെ തെറ്റുകളും കുറവുകളും ശരികളും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ എന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതുപോലെ തന്നെയാണ് ലാലേട്ടൻ. അദ്ദേഹത്തെ ഇപ്പോൾ എത്രയോ ലക്ഷം രൂപയുടെ ചെക്കുകളൊക്കെയാണോ ഞങ്ങൾ ഒപ്പിടുന്നത്, എന്നെ വിശ്വസിച്ച് ഒപ്പിട്ട് തന്നിരിക്കും. 25 വർഷത്തെ അമ്മയുടെ സെക്രട്ടറി, 40 വർഷത്തെ സിനിമാ ജീവിതം, മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയാണ്. ഇത് അദ്ദേഹത്തിന്റെ 60ാം പിറന്നാൾ വർഷമാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞെട്ടിയില്ലേ? വിശ്വസിക്കാൻ പാടാണ്. സാധാരണ ടെൻഷനുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് അങ്ങ് വലിയ തോതിൽ സ്ട്രെസ്ഡ് ആവും, അങ്ങനെയൊക്കെ ആവും. ഞാൻ ഇന്നത്തെ ഒരു ദിവസം ബാബുചേട്ടനെ കൊണ്ടുവന്ന് തന്നെ അതാണ്. ഇത്രയും സ്ട്രെസ്സിൽ നിന്നിട്ട് പുള്ളി ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് 60ാം പിറന്നാൾ വർഷത്തിലാണ് ഈ ക്രോണിക് ബാച്ചിലർ നമ്മളോടൊപ്പം ഇവിടെ എത്തി നിൽക്കുന്നത്. വന്നതിന് അത് പറയുമ്പോ ഈ വാക്ക് ആ സിനിമയ്ക്ക് പേരിട്ടത് എന്നിൽ നിന്നാണ്. ആഹാ. മരിച്ചുപോയ സിദ്ദിഖ് ഇങ്ങനെ ആ കഥ ആലോചിച്ച് ഒരു ദിവസം പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാബു ഞാൻ ബാബുവിൻ്റെ പേര് കട എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ ഇടവേള വീണ്ടും എടുക്കണമെന്ന്. അല്ലല്ല, ഞാൻ വേറെ പേര് എടുക്കേണ്ടത്. ഞാൻ വെച്ചാൽ എന്താ ചോദിച്ചു, ക്രോണിക് ബാച്ചിലർ, എൻ്റെ അടുത്ത പടത്തിൻ്റെ ടൈറ്റിൽ അതാണെന്ന് പറഞ്ഞു. ബാബുവിൽ നിന്നാണ് ആ ഇൻസ്പിറേഷൻ. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു, അപ്പോൾ ഈ പേര് മാത്രമല്ല വേഷമല്ലേ ചോദിച്ചു. അപ്പോൾ സിദ്ദി പറഞ്ഞു ഇപ്പം വേഷമൊന്നുമില്ല. പിന്നെ ലാസ്റ്റാണ് എന്നെ അതിലേക്ക് ഒരു സീനിലേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു വന്ന് ചെയ്യാമോ എന്ന് പറഞ്ഞു. ഇന്നസെൻ്റ് എൻ്റെ ചെറുപ്പകാലം ഞാനാണ് ചെയ്തത്. അപ്പോൾ അതും ഇതിനൊരു നിമിത്തമാണ്. അപ്പം പേരിനോടൊപ്പം മാത്രം ഒരു ഇടവേള കൊണ്ടു നടക്കുകയും ജീവിതത്തിൽ ഒരു തരി ഇടവേള ഇല്ലാതാകുകയും ചെയ്ത ഒരു വലിയ ഐറണിയാണ് ഈ നിൽക്കുന്ന മനുഷ്യൻ.